പ്രൗഡി പ്രസ കനാരിയോ. കൃത്യമായ ട്രെയിനിങ്ങും സോഷ്യലൈസേഷനും കിട്ടിയില്ലെങ്കിൽ ഏത് സമയവും പൊട്ടാൻ സാധ്യതയുള്ള ഒരു ബോംബ് എന്ന രീതിയിൽ ഇവയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ വലിയ ബ്രീഡിന് ഏകദേശം 540 PSI ആണ് ബൈറ്റ് ഫോഴ്സ്. ഏകദേശം ഒരു സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സിനടുത്ത്. വൈൽഡ് അനിമൽസിന്റെ ബൈറ്റ് ഫോഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് പോയി കണ്ടോളൂ. പ്രസ കനാരിയോയെ സംബന്ധിച്ച് മൃഗങ്ങളും മനുഷ്യരും ഒരേപോലെ തന്നെയാണ്. രണ്ടിനോടും വളരെ അഗ്രഷനുള്ള ഡോഗാണിവ. ഇത്തരത്തിൽ പല ഓണർമാരും കൃത്യമായ ട്രെയിനിങ് നൽകാത്തത് കൊണ്ടാണ് ഇന്ന് ഇവയെ പല രാജ്യങ്ങളും ബാൻ ചെയ്തത്. നമ്പർ 4 ടൊസ ഇന്നു. ജപ്പാനീസ് ടൊസ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ഡോഗിനെ ഏകദേശം 15 രാജ്യങ്ങളിലാണ് ബാൻ ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഇവയെ ഇല്ലീഗലായ ഡോഗ് ഫൈറ്റിങ്ങിനാണ് ഉപയോഗിക്കുക എന്നതാണ്. മൊത്തത്തിലൊരു മസ്കുലർ അല്ലാത്ത ബോഡിയാണ് ഇവയ്ക്ക്. എന്നാൽ അത് കണ്ട് അടുത്തിടപഴകിയാൽ പണിപാളും. വളരെ അഗ്രസീവും വളരെ പവർഫുള്ളുമായ ഈ ഡോഗിന് ഏകദേശം 556 PSI ആണ് ബൈറ്റ് ഫോഴ്സ്. കൃത്യമായ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവയെ നമുക്ക് വളർത്താൻ കഴിയുകയുള്ളൂ. നമ്പർ 3 ഫില ബ്രസീലിയോ. പല രാജ്യങ്ങളിലും ഇല്ലീഗൽ ഡോഗ് ഫൈറ്റിങ്ങിന് ഉപയോഗിച്ചിരുന്ന ഡോഗ് ബ്രീഡ്. പൊതുവെ ഡോഗ് ഫൈറ്റിന് ആയതുകൊണ്ട് തന്നെ വളരെ അഗ്രഷനും വളരെ പരിക്കനുമായ ഡോഗ്. വലിയ രീതിയിലുള്ള ട്രെയിനിങ് ഒന്നും ഇവയെ കൊണ്ട് ചെയ്യാനും സാധിക്കുകയില്ല. നമ്പർ 2 ഡോഗോ അർജന്റീനോ. വേട്ടയാടൽ എന്ന ഒറ്റ കാര്യത്തിനു വേണ്ടി മനുഷ്യൻ സെലക്റ്റീവ് ബ്രീഡുകളെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഇവയെ. പൊതുവെ വെള്ള കളറിൽ കാണപ്പെടുന്ന ഡോഗാണെങ്കിലും ആ വെള്ള എന്നത് സമാധാനത്തിൻ്റെതല്ല, തികച്ചും അപകടത്തിൻ്റെയും അഗ്രഷൻ്റെയുമാണ്. മനുഷ്യരോട് പൊതുവെ അത്രയ്ക്ക് അഗ്രഷൻ ഇല്ലെങ്കിലും മൃഗങ്ങളോട് വളരെ കൂടുതൽ അഗ്രഷനാണ് ഇവയ്ക്കുള്ളത്. ഇത്തരത്തിലുള്ള ഡോഗുകളെ വളർത്താൻ അത്യാവശ്യം ട്രെയിനിങ് എല്ലാം ഈ വളർത്തുന്നവർക്ക് അറിഞ്ഞിരിക്കണം. അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് പല രാജ്യങ്ങളും ഡോഗോയെയും ബാൻ ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ നമ്പർ 1 വളരെ ആരാധകരുള്ള അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ. ഇവയുടെ ആ എനർജി ലെവലും ഇവയുടെ അഗ്രഷനും എല്ലാം കണ്ടാണ് ഇവയ്ക്ക് ആരാധകർ ഏറെ കൂടുതൽ. വലിയ ബുള്ളുകളെ കീഴടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഡോഗാണിവ. ഇവ ഒരു കടി കടിച്ചാൽ ആ കടി വിടുകയില്ല എന്നതാണ് ഇവയുടെ പ്രത്യേകത. മൃഗങ്ങളുടെ വളരെ അഗ്രഷനുള്ള ഒരു ബ്രീഡ്. കൃത്യമായ ട്രെയിനിങ് ലഭിച്ചില്ലെങ്കിൽ തന്റെ ഓണറെ വരെ കൊല്ലാൻ കഴിയുന്നവ. അമേരിക്കയിൽ മാത്രം ഡോഗ് അറ്റാക്ക് മൂലം 100 പേർ മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 30 പേരും ഈ പിറ്റ്ബുൾ അറ്റാക്കിലാണ്. പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള വലിയ ബ്രീഡുകളെ ബാൻ ചെയ്തതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ.